ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരമായ നമ്മുടെ കൊൽക്കത്ത വേഴ്സസ് CSK തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അതുപോലെ തന്നെ ഈ ഒരു മാച്ചിനെ പറ്റി ഒരുപാട് ടിപ്സും അതുകൂടാതെ നിങ്ങൾക്ക് കുറച്ച് സ്പെഷ്യൽ ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട്. കാരണം നിങ്ങൾ ലോസൊക്കെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതുവരെ അതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇവിടെയാണ് നമ്മൾ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുള്ളത്. സോ തീർച്ചയായിട്ടും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആ ടിപ്പ് എന്താണെന്ന് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറയുന്നതായിരിക്കും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ മാച്ച് നമ്പർ 57 ആണ്. അതുപോലെ തന്നെ മെയ് 7-ാം തീയതി കൃത്യം 7:30 നമ്മുടെ മത്സരം നടക്കുന്നത്. കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ടായ ഏഡൻ ഗാർഡൻസിലാണ് കേട്ടോ മാച്ച് നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് പോയിന്റ് ടേബിൾ ഒന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ എനിക്കൊരു ടിപ്പ് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IPL മാച്ചസ് വളരെ ക്രൂഷ്യൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒബ്വിയസ്ലി ഏത് ടീം വിൻ ചെയ്യുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ്. കാരണം ഇന്നലത്തെ ഒരു മാച്ച് ഫസ്റ്റ് ഇന്നിങ്സ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഏകദേശം 3 വിക്കറ്റോളം പവർ പ്ലേയിൽ 3-4 വിക്കറ്റോളം പവർ പ്ലേയിൽ വീണിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് കളിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇന്നത്തെ മാച്ച് ആർക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ KKR-നും CSK ഓൾറെഡി നമ്മുടെ ടേബിളിന് ഔട്ടായി പോയിരിക്കുകയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ KKR ആണ്. KR-ആണുള്ള പോസിബിലിറ്റീസ് ഉള്ളത്. ഇനിയുള്ള 3 മത്സരങ്ങൾ തുടർച്ചയായ വിജയം കൈവരിച്ച് കഴിഞ്ഞാൽ മേ ബി KR-ആണുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ മാക്സിമം അവരുടെ ആ ഒരു ലെവൽ വരെ അവർ ട്രൈ ചെയ്യും. മാക്സിമം ലെവൽ പീക്ക് വരെ അവർ ട്രൈ ചെയ്യും. സോ KKR ആയിരിക്കും കുറച്ചുകൂടെ നന്നായി കളിക്കാൻ ചാൻസ് ഇല്ല. ബട്ട് ഓപ്പോസിറ്റ് ടീം കളിക്കില്ല എന്നല്ല, കളിക്കും. ഇന്നലെ നമ്മുടെ DC SRH ആയിരുന്നു. അപ്പോൾ SRH എന്തായാലും പ്ലേ ഓഫിൽ കയറാനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവായിരുന്നു. എന്നാൽ കൂടെ അവർ മാക്സിമം അവരുടെ പെർഫോമൻസ് പുറത്ത് കാണിച്ചു. ബാറ്റ് കുമ്മിൻസൊക്കെ വിക്കറ്റ്സ് എടുത്ത് കണ്ടില്ലേ, 3 ഓവറിൽ 3 വിക്കറ്റോളം അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പവർ പ്ലേയിൽ തന്നെ. സോ അങ്ങനെ ഏത് രീതിക്ക് വേണമെങ്കിലും മത്സരം നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. 10 റണ്ണിനൊക്കെ കൊണ്ടുവന്നിട്ട് 12ാമത്തെ ഓവറിലാണ് ബോൾ ചെയ്യിപ്പിക്കുക. ചിലപ്പോൾ ഈ ഒരു മാച്ച് ഫസ്റ്റ് പവർ പ്ലേയിൽ കയറ്റി വിടാൻ ചാൻസ് ഉണ്ട്. സോ കംപ്ലീറ്റ്ലി അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പിച്ചിനെ പറ്റി പറയുന്ന സമയത്ത് ബാറ്റിംഗ് ഫ്രണ്ട്ലി ഗ്രൗണ്ടാണ്. അതുപോലെ തന്നെ ഗുഡ് ഫോർ സർഫേഴ്സ് ആണ്. അതുപോലെ തന്നെ ബൗൺസിന് കുറച്ച് സപ്പോർട്ടീവ് ആയിട്ടുള്ളതാണ്. ആവറേജ് റൺസ് ഏകദേശം 175-ന്റെ മുകളിലോട്ടാണ് പോകുന്നത്. ഇനീഷ്യൽ സ്റ്റേജിൽ, അതായത് 10 ഓവേഴ്സിൽ തീർച്ചയായിട്ടും ഫാസ്റ്റ് ബോളേഴ്സിന്, പേസേഴ്സിന് സപ്പോർട്ട് ആവുമെന്നാണ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്പിന്നേഴ്സിനും ചില സ്റ്റേജസിൽ വിക്കറ്റ്സ് കിട്ടാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. ഓക്കെ, ഡൈമെൻഷൻസ് നോക്കുന്ന സമയത്ത് സ്ക്വയർ ബൗണ്ടറീസ് 66-68, സ്ട്രൈറ്റ് ബൗണ്ടറി 76-78. സ്ട്രൈറ്റ് മാത്രമേ കുറച്ച് ലെങ്ത് ഉള്ളൂ. ദെൻ ഏഡൻ ഗാർഡൻസിൽ ഇതുവരെ ടോട്ടലി 99 IPL മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ മിനിമം ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോറായിട്ട് കണക്കാക്കപ്പെടുന്നത് 175 എബോവ് ആണ്. ദെൻ സ്കോറിംഗ് പാറ്റേൺസ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തത് ഏകദേശം 43 മത്സരങ്ങളും സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തത് 55 മത്സരങ്ങളുമാണ്. റിസൾട്ടൊന്നും ഇല്ലാത്തത് ഒരു മത്സരമാണ് ഇത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ സ്കോറിംഗ് പാറ്റേൺസ് നോക്കുന്ന സമയത്ത് 150 റൺസിന് താഴെ 27 മത്സരങ്ങളും 170 വരെ 150-170 വരെ ഏകദേശം 21 മത്സരങ്ങളും 170-189 28 മത്സരങ്ങളും 190-ന് മുകളിൽ 23 മത്സരങ്ങളും പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും മാച്ച് പോകാനുള്ള ചാൻസസ് ഉണ്ട്. മാക്സിമം റൺസ് സ്കോർ ചെയ്യാമെന്നാണ് ഇരു ടീമുകളുടെയും ലക്ഷ്യം. ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇരു ടീമുകളുടെ ലക്ഷ്യം മാക്സിമം നല്ല സ്കോർ കയറ്റുക എന്നാണ്. മാക്സിമം 200 കടത്താനായിരിക്കും എല്ലാ ടീമും ട്രൈ ചെയ്യുക. ദെൻ ഫാസ്റ്റ് ബോളേഴ്സ് 446 വിക്കറ്റും സ്പിൻ ബോളേഴ്സ് 327 വിക്കറ്റുമാണ്. സ്പിന്നേഴ്സിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എസ്പെഷ്യലി സ്പിന്നേഴ്സായ നമ്മുടെ വരുൺ ചക്രവർത്തി, സുനിൽ നരേൻ, ഇവർക്കൊക്കെ നല്ല ഇവിടെ റെക്കോർഡ്സ് ഉണ്ട്. നൂർ അഹമ്മദ് ആയാലും നല്ല രീതിയിൽ വിക്കറ്റ്സ് ടേക്ക് ചെയ്യാൻ ചാൻസസ് ഉള്ള ഒരു ഗ്രൗണ്ടാണ് ഈ ഒരു പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സിലോട്ട് കിടക്കുന്നതിന് മുന്നേ എനിക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാനായിട്ടുണ്ട്. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ അത്രയും യൂസർ ഫ്രണ്ട്ലി ആൻഡ് അത്രയും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. ഇപ്പോൾ ഒരു മാച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡ്യൂ എന്ന് കാണാൻ പറ്റും. ഇതിൽ 5 പ്ലെയേഴ്സ് ഉണ്ടാവും. നന്നായി കളിക്കാൻ ചാൻസുള്ള ആരാണെന്ന് ജസ്റ്റ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിന്നാവും. അങ്ങനെ സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിടിലൻ ഓപ്ഷനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഹാർദിക് പാണ്ഡ്യ നന്നായി കളിക്കാൻ ചാൻസുള്ളത് ഹാർദിക് പാണ്ഡ്യ ആയിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പിക്ക് ചെയ്ത ആളെ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്ത് വെച്ച് നമ്മൾ പിന്നെ ഇത്രയുള്ള അങ്ങനെ സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിടിലൻ ഓപ്ഷനാണ് നമ്മുടെ ഡ്യൂ എന്ന് പറയുന്നത്. കുബേര ഫാൻറ്റസിയിൽ മാത്രം
ഡ്യൂ ഓപ്ഷൻ ഉള്ളൂ. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഡ്യൂ ഓപ്ഷനുള്ള വേറൊരു ആപ്പ് ഉണ്ട്, അത് കോപ്പ് എന്നാണ് അതിന് പറയുക. അത് നമ്മുടെ ചോയ്സ് 11 തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോയ്സ് 11 റെക്കമെൻഡ് ചെയ്യും. കാരണം അത്രയും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്പാണ്. കാരണം ഞാൻ ഇവിടെ ഇട്ട് കളിച്ച മാച്ചസ് ഒന്നും എനിക്ക് പൈസ നഷ്ടമായിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് 1 lakh rupees ഫ്രീ ഗീവ് വേ വേണമെങ്കിൽ തീർച്ചയായിട്ടും വിഷൻ 11 ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത്രയും നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഡെയിലി 1 lakh rupees ഫ്രീ ഗീവ് കൊടുക്കുക. ഐ തിങ്ക് ഈ ഒരു ഗീവ് തീരാനുള്ള ചാൻസസ് ഉണ്ട്. ഇല്ല, തീർന്നിട്ടില്ല. അത് 0 rupees ജോയിൻ ചെയ്തതിന് ഫസ്റ്റ് വന്നാൽ 10,000, സെക്കൻഡ് വന്നാൽ 3,000, പിന്നെ 1,000 അങ്ങനെയൊക്കെ പോകുന്നത്. 1 രൂപ കൂടെ കൊടുക്കാതെ കേട്ടോ നിങ്ങൾക്ക് ഈ പൈസയൊക്കെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും പ്രോഫിറ്റബിൾ അല്ലേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വിഷനിലുള്ള 1 lakh rupees ഗീവ് വേ. അതുപോലെ തന്നെ മൈ മാസ്റ്റർ ആയാലും ഇതുപോലെ തന്നെ ആ ഒരു 1 lakh rupees സെയിം ഗീവ് വേസ് ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ എന്ന് കാണാൻ പറ്റുന്നത് കണ്ടില്ലേ. ഒരൊറ്റ രൂപ കൂടെ കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് 0 rupees കൊടുത്തിട്ട് ഒരു ടീം തൊട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ആയി. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് വന്നാൽ 20,000 രൂപ, സെക്കൻഡ് വന്നാൽ 10,000, തേർഡ് വന്നാൽ 5,000, അങ്ങനെയൊക്കെ പ്രൈസ് റേഞ്ച് വന്നാൽ നല്ല പ്രൈസിങ് ആണ് കൊടുക്കുന്നത്. സോ ഈ ആപ്ലിക്കേഷൻസൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ആപ്പിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ OG11 എന്ന ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ഡൗൺലോഡ് ചെയ്തത്. കാരണം നിങ്ങളൊരു GL ഒക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസർ ഫ്രണ്ട്ലി അത്രയും യൂസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. അറ്റ് എ ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് വെച്ചിട്ട്, അതായത് നിങ്ങളൊരു 16 പേരെ ചൂസ് ചെയ്തിട്ട് ആ 16 പേരിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ടീമും ക്യാപ്റ്റനും VC, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ ക്യാപ്റ്റനും VC നിങ്ങൾക്ക് ആക്കാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. സോ അത്രയും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്പാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ലിങ്ക് വഴി കയറാൻ ശ്രമിക്കുക. ഐ മീൻ നമ്മുടെ പ്രോമോ കോഡ് SP4Tech എന്നുള്ളൊരു പ്രോമോ കോഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സോ നിങ്ങൾക്ക് അത്രയും അഡ്വാൻറ്റേജ് തന്നെ ആയിരിക്കും. ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ OG11 അടിച്ച് തന്നെ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുത്തേക്കാം. അപ്പോൾ ഇനി പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് KKRയുടെ പ്ലെയേഴ്സിലോട്ട് കിടക്കുന്ന സമയത്ത് ഗുർബാസ് ആണ്. ലാസ്റ്റ് മത്സരം 35 റൺസാണ് എടുത്തത്. ഈ ഒരു ഗ്രൗണ്ടിൽ 9 മത്സരം കളിച്ചിട്ട് 218 റൺസ് എടുത്തിട്ടുണ്ട്. CSK ആയിട്ട് റെക്കോർഡ്സ് ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ഏഡൻ ഗാർഡൻസിൽ നമ്മുടെ സുനിൽ നരേൻ ഏകദേശം 64 ഇന്നിങ്സ് കളിച്ചിട്ട് 72 വിക്കറ്റും 672 റൺസും നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് CSK ആയിട്ട് അദ്ദേഹം 26 വിക്കറ്റും അതുപോലെ തന്നെ 167 റൺസുമാണ് എടുത്തിട്ടുള്ളത്, അതും വെറും 21 ഇന്നിങ്സിലൂടെ. അതുപോലെ തന്നെ അജിൻ കെ രഹാനെ ആണെങ്കിൽ റീസെൻ്റ് ആയിട്ട് നല്ല പെർഫോമൻസ് ആണ് എല്ലാ മത്സരങ്ങളും. ഏഡൻ ഗാർഡൻസിൽ 16 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്, 466 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ CSK എഗെയിൻസ്റ്റ് ആയിട്ട് 17 ഇന്നിങ്സ് കളിച്ചിട്ട് 337 റൺസ് നേടിയിട്ടുണ്ട്. വെങ്കിടേഷ് അയ്യറാണ് അടുത്തതായിട്ടുള്ളത്. അദ്ദേഹം ഈ ഒരു ഗ്രൗണ്ടിൽ ഏകദേശം 17 ഇന്നിങ്സ് കളിച്ചിട്ട് 399 റൺസും CSK എഗെയിൻസ്റ്റ് ആയിട്ട് 6 മത്സരം കളിച്ച് 116 റൺസ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ രഘുവാൻഷിയാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ റീസെൻ്റ് എല്ലാ മത്സരങ്ങളും നമ്മളെ ഡ്രീം ടീമിൽ കയറുന്ന ഒരു പ്ലെയറാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ 8 മത്സരം കളിച്ചിട്ട് 196 റൺസും അദ്ദേഹം നേടിയിട്ടുണ്ട്. എഗെയിൻസ്റ്റ് CSK ആയിട്ട് ഒരു മത്സരം കളിച്ചുള്ളൂ, പക്ഷേ 24 റൺസ് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിങ്കു സിംഗ് ആണ്. ഈ ഒരു ഗ്രൗണ്ടിൽ 18 ഇന്നിങ്സ് കളിച്ചിട്ട് 531 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. എഗെയിൻസ്റ്റ് CSK ആയിട്ട് 7 ഇന്നിങ്സ് കളിച്ചിട്ട് 160 റൺസ് നേടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ റമദീപ് സിംഗ് ആണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ലാസ്റ്റ് 5 ഇന്നിങ്സ് ഭയങ്കര മോശം പെർഫോമൻസ് ആണ്. ഈ ഒരു ഗ്രൗണ്ടിൽ 8 ഇന്നിങ്സ് കളിച്ചിട്ട് 91 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ CSK എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു മത്സരം കളിച്ചിട്ടുള്ള വലിയ റൺസൊന്നുമില്ല. അതുപോലെ തന്നെ മൊയ്ൻ അലിയാണ്. അദ്ദേഹം ലാസ്റ്റ് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്രൗണ്ടിൽ 4 മത്സരം കളിച്ച് 3 വിക്കറ്റും 66 റൺസ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ CSK എഗെയിൻസ്റ്റ് ആയിട്ട് 4 ഇന്നിങ്സ് കളിച്ച് 2 വിക്കറ്റും 30 റൺസാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. ആൻഡ്രെ റസൽ ലാസ്റ്റ് മത്സരം 57 റൺസ്, ഒരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഈ ഒരു ഗ്രൗണ്ടിൽ 46 ഇന്നിങ്സ് കളിച്ച് 45 വിക്കറ്റും 1046 റൺസ് നേടിയിട്ടുണ്ട്. CSK എഗെയിൻസ്റ്റ് ആയിട്ട് 9 മത്സരം കളിച്ചിട്ട് 321 റൺസ് നേടിയിട്ടുണ്ട്. അതും വെറും 13 ഇന്നിങ്സിലൂടെ നല്ല ആവറേജ് ഉണ്ട്. അതുപോലെ തന്നെ ഹർഷിത് റാണ ലാസ്റ്റ് നല്ലൊരു കിഡ്ഡരം പെർഫോമൻസ് ആയിരുന്നു. ഈ ഒരു ഗ്രൗണ്ടിൽ 17 ഇന്നിങ്സ് കളിച്ചിട്ട് 21 വിക്കറ്റ്സും എഗെയിൻസ്റ്റ് CSK ആയിട്ട് 2 മത്സരം കളിച്ച് 2 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. വരുൺ ചക്രവർത്തി, അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴും ലാസ്റ്റ് എല്ലാ മത്സരങ്ങളും വിക്കറ്റ് ടേക്കുന്ന ഒരു പ്ലെയറാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ 21 മത്സരം കളിച്ചിട്ട് 28 വിക്കറ്റ്സും അതുപോലെ തന്നെ CSK എഗെയിൻസ്റ്റ് ആയിട്ട് 10 ഇന്നിങ്സ് കളിച്ചിട്ട് 11 വിക്കറ്റ്സ് നേടിയിട്ടുണ്ട്. വൈഭവ് ഓറ, അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ലാസ്റ്റ് എല്ലാ മത്സരങ്ങളും ഓരോ വിക്കറ്റ് വീതം നേടിയിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ ഏകദേശം 12 ഇന്നിങ്സ് കളിച്ചിട്ട് 14 വിക്കറ്റാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ CSK എഗെയിൻസ്റ്റ് ആയിട്ട് വലിയ ഡാറ്റാസും കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ CSK പ്ലേയേഴ്സിനെ പറ്റിയാണ്. CSK പ്ലേയേഴ്സിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഷൈഖ് റഷീദ്, അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഒരു
റെക്കോർഡ്സ് ഒന്നുമില്ല, ആവശ്യമാത്ര വലിയ റെക്കോർഡ്സ് ഇല്ല. പക്ഷേ ലാസ്റ്റ് മത്സരത്തിൽ 94 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ രച്ചിൻ രവീന്ദ്ര ഇറങ്ങാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. KKR അഗൈൻസ്റ്റായിട്ട് 2 മത്സരം കളിച്ച് 19 റൺസാണ് നേടിയിട്ടുള്ളത്. സാംകറിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു ഗ്രൗണ്ടിൽ ഒരു മത്സരം കളിച്ചിട്ട് 2 മത്സരം കളിച്ച് 1 വിക്കറ്റ് 4 റൺസ് നേടാൻ സാധിച്ചുള്ളൂ. അഗൈൻസ്റ്റ് KKR ആയിട്ട് 8 ഇന്നിംഗ്സ് കളിച്ച് 5 വിക്കറ്റ് 119 റൺസ് നേടിയിട്ടുണ്ട്. ഡേവിഡ് ബ്രൈസ് ലാസ്റ്റ് മത്സരം പോരാ. അതുപോലെ തന്നെ CSK KKR അഗൈൻസ്റ്റ് ഒരു മത്സരം കളിച്ചിട്ട് 29 റൺസ് നേടിയിട്ട്. ദീപക് ഹൂഡ ആണെങ്കിൽ 6 ഇന്നിംഗ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ട് 92 റൺസ് 2 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. KKR അഗൈൻസ്റ്റ് ആയിട്ട് 12 ഇന്നിംഗ്സ് ദീപക് ഹൂഡ കളിച്ചിട്ടുണ്ട്, 3 വിക്കറ്റും അതുപോലെ തന്നെ 124 റൺസ് നേടിയിട്ടുണ്ട്. ശിവാൻ ദുബെ അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴും ഈ ഒരു ഗ്രൗണ്ടിൽ ഒരു മത്സരം കളിച്ച് 50 റൺസും KKR അഗൈൻസ്റ്റ് ആയിട്ട് 6 മത്സരം കളിച്ചും 200 റൺസ് നേടിയിട്ടുണ്ട്. രവീന്ദ്ര ജഡേജ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ലാസ്റ്റ് മത്സരം ഒരു കിടിലം പെർഫോമൻസ് ആയിരുന്നു. ഈ ഒരു ഗ്രൗണ്ടിൽ ഏകദേശം 11 ഇന്നിംഗ്സ് കളിച്ചിട്ട് 201 റൺസും 9 വിക്കറ്റ് നേടിയിട്ടുണ്ട്. KKR അഗൈൻസ്റ്റ് ആയിട്ട് 28 മത്സരം കളിച്ച് 22 വിക്കറ്റും അതുപോലെ തന്നെ 457 റൺസ് നേടിയിട്ടുണ്ട്. MS ധോണിയെ പറ്റി പറയുമ്പോഴും ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം 12 ഇന്നിംഗ്സ് കളിച്ചിട്ട് 280 റൺസും അതുപോലെ തന്നെ KKR അഗൈൻസ്റ്റ് ആയിട്ട് 229 മത്സരം കളിച്ച് 557 റൺസ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കംബോജ ആണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ വലിയ റെക്കോർഡ്സ് ഒന്നുമില്ല. ഈ ഒരു ഗ്രൗണ്ടിൽ ഒരു ഇന്നിംഗ്സ് കളിച്ച് 1 വിക്കറ്റും KKR അഗൈൻസ്റ്റ് ആയിട്ട് 2 മത്സരം കളിച്ച് 2 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. നൂർ അഹമ്മദ് ഈ ഒരു ഗ്രൗണ്ടിൽ ഒരു മത്സരം കളിച്ച് 2 വിക്കറ്റും KKR അഗൈൻസ്റ്റ് ആയിട്ട് 3 മത്സരം കളിച്ച് 3 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഖലീൽ അഹമ്മദ് വലിയ റെക്കോർഡ്സ് ഇല്ല. KKR അഗൈൻസ്റ്റ് ആയിട്ട് 7 മത്സരം കളിച്ച് 8 വിക്കറ്റും നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മദീഷ പതിരാന ഒരു മത്സരം കളിച്ചിട്ട് ഏകദേശം 1 വിക്കറ്റാണ് ഈ ഒരു ഗ്രൗണ്ടിൽ നേടിയിട്ടുള്ളത്. KKR അഗൈൻസ്റ്റ് ആയിട്ട് 2 മത്സരം കളിച്ച് 1 വിക്കറ്റ് നേടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഹർദിക് നമ്മുടെ വെച്ച് റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് നമ്മുടെ ചെന്നൈയും KKR തമ്മിൽ 32 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതിൽ 12 എണ്ണം KKR വിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ CSK 20 പ്രാവശ്യം വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മത്സരം ആര് വിൻ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ ഓപ്പൺ ആയിട്ടുണ്ടോ നോക്കാം. ഐ തിങ്ക് ഏത് ആപ്ലിക്കേഷനിൽ ഓപ്പൺ ആവാനുള്ള പോസിബിലിറ്റീസ് ഇല്ല. ഇതെന്താ ഇത്ര ലാഗെന്ന് എനിക്ക് മനസ്സിലാവാത്ത ഗൈസ്. നോക്കി നാളത്തെ മാച്ചിൻ്റെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡ്രീം ഇലവനിൽ എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ പ്രിവ്യൂ ടൈം നമുക്ക് പിന്നെ ക്രിയേറ്റ് ചെയ്യാം. സോ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായും കയറി ജോയിൻ ചെയ്യാം കേട്ടോ.